I can tell you that the government that has been formed in Delhi is a crippled government. ഞാൻ പറയാം നിങ്ങളോട്, ഇന്ന് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഗവൺമെന്റ് സമ്പൂർണ്ണമായ ഒരു ഗവൺമെന്റ് അല്ല, പ്രശ്നങ്ങളുള്ള ഒരു ഗവൺമെന്റ് തന്നെയാണ്. The opposition has dealt a fatal blow to the BJP. ബിജെപിക്ക് കഠിനമായ ഒരു അടിയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. And you will see that even Mr. Narendra Modi's attitude will have to change. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട്, നരേന്ദ്രമോദിയുടെ സമീപനം മാറേണ്ടിയിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Because the people of India have sent him a clear message. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. From our perspective, our role of opposition will continue. നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് പ്രതിപക്ഷം എന്ന രീതിയിൽ നമ്മുടെ പങ്ക്, ഉത്തരവാദിത്വം അത് തുടർന്നുകൊണ്ടിരിക്കും. We proposed an alternative vision for the people of India, a pro-poor, compassionate vision, and we will fight for that vision. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബദൽ ദർശനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവതരിപ്പിച്ചു. സഹാനുഭൂതിയുള്ള, കാരുണ്യമുള്ള, ഈ രാജ്യത്തെ ജനങ്ങളോട്, ദരിദ്രരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദർശനം. അതിനുവേണ്ടി, ആ കാഴ്ചപ്പാടിന് വേണ്ടി ഞങ്ങൾ പൊരുതിക്കൊണ്ടേയിരിക്കും. We are committed to making India a fairer society, a more productive society. കൂടുതൽ ഉൽപാദനക്ഷമമായ, കൂടുതൽ ന്യായയുക്തമായ ഒരു സമൂഹമായി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തുടർന്നും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും.